Hello guys and welcome back to Best Car Picks. 2023 ഓട്ടോ എക്സ്പോയിൽ തന്നെ ടാറ്റ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഹാരിയർ ഇ വി, അതുപോലെ തന്നെ സഫാരി ഇ വി. അതുപോലെ നമ്മുടെ കഴിഞ്ഞ 2025 ഓട്ടോ എക്സ്പോയിലും ഒരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ സ്പൈ ഷോട്ട്സ് ഒക്കെ കണ്ടിട്ടുള്ള വരും എന്ന് ഉറപ്പുള്ളൊരു വാഹനമായിരുന്നു ഇത്. എന്തായാലും ഇപ്പോൾ ടാറ്റ ചെറിയ രീതിയിൽ വാഹനം ഒന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, പക്ഷെ എന്നാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ, ഇതിൻ്റെ ബാറ്ററി ഏതാണ്, അതുപോലെ എക്സ്പെക്റ്റഡ് റേഞ്ച് എന്താണ്, പിന്നെ വണ്ടിയുടെ ഡിസൈൻ എങ്ങനെയായിരിക്കും. മെയിനായിട്ട് ഡിസൈനാണ് അവരിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ രണ്ട് തരത്തിലുള്ള വണ്ടികൾ നോക്കാം. ഒന്ന് അവർ ഈ അടുത്ത് റിവീൽ ചെയ്തിരിക്കുന്ന ഒരു പച്ച കളർ വണ്ടിയാണ്. അതിന് പുറമെ സ്പൈ ചെയ്യപ്പെട്ടൊരു വൈറ്റ് വണ്ടിയും കൂടെ കാണിച്ചു തരാം. എന്തായാലും പച്ചയിൽ നിന്ന് തുടങ്ങാം, കാരണം ഇതാണ് ടാറ്റ ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മുടെ 2025 ഓട്ടോ എക്സ്പോയിലും അവർ കാണിച്ച ഏകദേശം സെയിം വണ്ടി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഇത് റോട്ടിൽ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം, മറ്റേത് ക്ലോസ്ഡ് സ്പേസിലായിരുന്നല്ലോ. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കാനാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്ലോസ്ഡ് ഓഫ് ആയിട്ടുള്ള ഗ്രില്ലാണ്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ചൊക്കെ നമ്മുടെ കർവ് ഇ വി പോലുള്ള വാഹനങ്ങളൊക്കെ വരുന്ന പോലത്തെ ഒരു ഫ്രണ്ട് ബമ്പറിൻ്റെ ഡിസൈൻ, അതായത് താഴത്തെ ഒരു ലോവർ പോർഷൻ ഡിസൈൻ ഇതിൻ്റെ അകത്ത് സിമിലർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ കളറും കാണാൻ പറ്റില്ല. അത് ബോഡി കളറിലാണ് ആക്ച്വലി വരുന്നത്. അത് പക്ഷേ വൈറ്റ് വണ്ടി കാണിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും, കാരണം അതിൻ്റെ അകത്ത് ബോഡി കളർ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതല്ലാണ്ട് ഫ്രണ്ടിൽ എങ്ങനെ നോർമൽ ഡീസൽ ഹാരിയർ വെച്ച് കമ്പയർ ചെയ്യുമ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. സൈഡിലേക്ക് വരികയാണെങ്കിലും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അലോയ്സിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. കുറച്ചൊക്കെ ഒരു എയറോഡൈനമിക് പാറ്റേണിലുള്ള അലോയ്സിലോട്ട് മാറിയിട്ടുണ്ട്. 19 ഇഞ്ചാണ് പറയപ്പെടുന്ന സൈസ്. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല, സൈസ് അവർ അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് റിയർ ഡിസൈൻ നോക്കാനാണെങ്കിൽ അത് സെയിം നമ്മുടെ സാധാരണ ഹാരിയറിൽ വരുന്ന പോലെ തന്നെയാണ്. താഴത്തെ ഒരു സിൽവർ സ്കിപ്പ് പ്ലേറ്റ്സിൻ്റെ പോർഷനിൽ കുറച്ച് ലൈൻ പോലെയൊക്കെ വരുന്ന ഒരു ചെറിയ ഡിസൈൻ പാറ്റേൺ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. സോ ഇതാണ് നമ്മുടെ ബ്ലൂ കളർ ഹാരിയർ. ഇതാണ് ടാറ്റ കാണിച്ചിരിക്കുന്ന വണ്ടി. ഇപ്പോൾ ടാറ്റയായിട്ട് റിവീൽ ചെയ്തിരിക്കുന്ന ആകപ്പാട് എക്സ്റ്റീരിയർ ഷോട്ട്സ് മാത്രമേ ഉള്ളൂ. ഇൻറ്റീരിയർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതുപോലെ ഈ വാഹനത്തിൻ്റെ എക്സാക്റ്റ് പവറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ആഴ്ച തന്നെ ഈ വാഹനത്തിൻ്റെ ഫുൾ റിവീൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് കറക്റ്റ് ഒരു ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ നമുക്ക് ചെറിയൊരു റൂമർ ഇപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വൈറ്റ് വണ്ടി കൊണ്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസൈൻ ഡിഫറൻസ് മനസ്സിലാവും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബോഡി കളർ ആയിട്ടുള്ള ഗ്രില്ല് വരുന്നുണ്ട്. അതായത് ടോപ്പ് പോർഷൻ നമ്മുടെ ടാറ്റയുടെ ലോഗോ ഒക്കെ വരുന്ന പോർഷൻ മൊത്തം ബോഡി കളർ ഫിനിഷിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് നോക്കുമ്പം ഡീസൽ ഹാരിയർ വെച്ച് വരുന്നൊരു വ്യത്യാസം അങ്ങനെ മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ബ്ലാക്ക് പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് DRLs ഇങ്ങനെ മൊത്തം വരുന്നൊരു ഗ്രില്ലിൻ്റെ സറൗണ്ട് പോലെ. ഇ വി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ പാറ്റേണിലോട്ട് അവർ എത്തിയിരിക്കുന്നത്. എന്തായാലും വണ്ടി കാണാൻ അങ്ങനെ മോശമൊന്നുമല്ല, നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. നമുക്ക് ആ ഒരു ബോഡി ക്ലാഡിങ് സംഭവങ്ങളൊക്കെ വരുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് ഈ കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. പക്ഷേ ഇതിലും വില കുറഞ്ഞ കർവിൽ ടാറ്റ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ എക്സിസ്റ്റിംഗ് വണ്ടി തന്നെ അവർ ഇലക്ട്രിക് ആക്കിയതാണല്ലോ. Active.ev പ്ലാറ്റ്ഫോം, അതായത് ആക്റ്റീവ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതും വരുന്നത്. അതായത് കൈൻഡ് ഓഫ് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ എന്ന് പറയും. Gen 3 ആർക്കിടെക്ചർ അല്ല, Gen 2 ആർക്കിടെക്ചർ ആണ്. ബട്ട് സ്റ്റിൽ ഒരു പാർഷ്യൽ സ്കേറ്റ് ബോർഡ് EV പ്ലാറ്റ്ഫോമിൻ്റെ അപ്രോച്ചാണ് ടാറ്റ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർസ് കൈൻഡ് ഓഫ് ഒരു ഗിമ്മിക്കാണ്. കാരണം കർവിലുണ്ടായിരുന്ന വണ്ടിയുടെ ഡോർസ് അത്ര പ്രാക്ടിക്കൽ ഒന്നും അല്ലായിരുന്നു. കാരണം ഓട്ടോ റിട്രാക്റ്റിംഗ് ഫംഗ്ഷൻ ഒന്നും ഇല്ല, നമ്മൾ തന്നെ വലിച്ചെടുക്കണം. അത് എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല അത് ഓപ്പറേറ്റ് ചെയ്യാൻ. എന്തായാലും ഇൻറ്റീരിയർ ടാറ്റയായിട്ട് കാണിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് സ്പൈ ഷോട്ട്സ് മാത്രം നോക്കാം. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഓട്ടോക്കാറിൻ്റെ ടീം BHP ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കർവിൽ നെക്സോണിലൊക്കെ ഉള്ള 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും വരാൻ പോകുന്നത്. അതുപോലെ ഇൻസ്റ്റോൺ ക്ലസ്റ്ററും 10.25 ഇഞ്ച് തന്നെയായിരിക്കും. അതിനൊന്നും കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. സ്റ്റിയറിംഗ് വീലും നമ്മുടെ നോർമൽ ടാറ്റ ഹാരിയറിൻ്റെ ഡീസലിൽ വരുന്ന 4 സ്പോക്ക് വീൽ തന്നെയായിരിക്കും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. അത് പക്ഷേ അവർ ആ ഒരു ഡ്യുവൽ ടോൺ പാറ്റേൺ സാധാരണ ഇവരുടെ EV വണ്ടികളിലൊക്കെ കൊടുക്കില്ലേ, ആ ഒരു സെയിം പാറ്റേണിലോട്ട് തന്നെ മാറും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടെക്നിക്കലി ഈ വാഹനത്തിന് ഇൻറ്റീരിയറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് മൈനറായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചസും പിന്നെ ചെറിയ ചെറിയ ഡിസൈൻ ട്വീക്സും അതുപോലെ കളർ കോഡിങ്ങിൻ്റെ ഒരു വ്യത്യാസമൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഡാർക്ക് എഡിഷൻ അവർ എന്തെങ്കിലും ഇറക്കാനാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് കിട്ടും. അല്ലെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങളിലൊക്കെ അവരിപ്പം EV ആണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് കൊടുക്കാറുള്ളത്. അതായത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ബേജ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ബേജിലും കുറച്ചും കൂടെ വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇനി ടാറ്റയായിട്ട് കൺഫേം ചെയ്തിരിക്കുന്ന വേറൊരു കാര്യമാണ് ക്വാഡ് വീൽ ഡ്രൈവ്. അതായത് ഓൾ വീൽ ഡ്രൈവിനെ ടാറ്റ ക്വാഡ് വീൽ ഡ്രൈവ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. സംഭവം നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളിലുള്ള ഓൾ വീൽ ഡ്രൈവ് തന്നെയാണ്. അത് ഡീസൽ ഹാരിയറിൽ കൊടുക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് R&Dയും റിസർച്ചും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടി വരുമായിരുന്നു. കാരണം ആ പ്ലാറ്റ്ഫോം നമ്മുടെ ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ടാറ്റ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ എഞ്ചിൻ ഫിയറ്റിൻ്റെ ആണ്, ട്രാൻസ്മിഷൻ ഹ്യുണ്ടായുടെ ആണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ആ വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആക്കാൻ കുറച്ച് ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരാക്കിയില്ല. അതിന് പകരമാണ് ഇലക്ട്രിക് ഇറക്കിയപ്പം നമുക്കറിയാം കുറച്ചുകൂടി എളുപ്പമാണ് ഇലക്ട്രിക് വണ്ടികൾ 4 വീൽ ഡ്രൈവ് ആക്കാൻ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആക്കാൻ. കാരണം ഫ്രണ്ടിലും ബാക്കിലും മോട്ടോർ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആ ഒരു സെറ്റപ്പ് റെഡിയായി. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക്
മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രാക്ഷൻ മോഡ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഇത് ചിലപ്പോൾ അവർ മാർക്കറ്റ് ചെയ്യുന്ന ഓഫ് റോഡ് പോകാൻ പറ്റും എന്നുള്ള രീതിയിലേക്കേ ആയിരിക്കും. പക്ഷേ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പൊതുവേ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുന്നത് നമുക്ക് ബെറ്റർ റോഡ് ഗ്രിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ കമ്പോഷർ പോകാതിരിക്കാനും പിന്നെ പവർ മെയിനായിട്ട് കൂട്ടാനും. ഓൾ വീൽ ഡ്രൈവ് ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഇതിൻ്റെ ആ ഒരു മോഡൽ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പവർ ഉണ്ടാവും. ഇപ്പോൾ ഈ അടുത്ത് വന്ന നമ്മുടെ മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികൾക്കാണെങ്കിൽ പോലും റിയർ വീൽ ഡ്രൈവ് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പവർ അവർ കൊടുത്തിട്ടുണ്ട്. 280 bhp അടുത്ത ടോപ്പ് എന്നെ പവർ ഉണ്ട്. പക്ഷേ അതും റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ പിന്നെ ഓൾ വീൽ ഡ്രൈവ് വരുമ്പം ഏകദേശം അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലായിരിക്കും നമുക്ക് പവർ കിട്ടുന്നത്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് വേരിയൻസ് ഒന്നും, അതായത് നമ്മുടെ നോർമൽ വണ്ടി വരുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവിൽ തന്നെ ആയിരിക്കും, അത് റിയർ വീൽ ഡ്രൈവിലല്ല വരുന്നത്. അതും വേണമെങ്കിൽ അവർക്ക് റിയർ വീൽ ഡ്രൈവ് ആക്കായിരുന്നു. എനിവേ പോട്ടെ. ഇനി ബാറ്ററിയുടെ സ്പെസിഫിക്കേഷനൊക്കെ എടുക്കാനാണെങ്കിൽ കറക്റ്റായിട്ട് ടാറ്റ കൺഫേം ചെയ്തിട്ടില്ല. ഷോട്ടോക്കാരിൻ്റെ ഒക്കെ പറയുന്ന അനുസരിച്ച് ഒരു 75 kWh ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിനകത്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ XUV9 B6 ഒക്കെ ആയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ബാറ്ററി കൺഫിഗറേഷനാണ്. അതിൻ്റെ അകത്ത് 79 kWh ആണ് വരുന്നത്. ഇതിനകത്ത് 75 ആണെന്നുള്ളൂ. ജസ്റ്റ് 4 kWh വ്യത്യാസം വരുന്നുള്ളൂ. റിയൽ ലൈഫ് റേഞ്ച് ഈ വണ്ടിക്കും ഏകദേശം 500 കിലോമീറ്റേഴ്സിനടുത്ത് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം 75 താഴെയായിട്ട് അവരൊരു വേർഷൻ ഇറക്കോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. കുറച്ചും കൂടെ ബഡ്ജറ്റ് ഓഫറിംഗ് ആയിട്ട് കൊടുക്കാൻ മിക്കവാറും ഇറക്കുമായിരിക്കും. ടാറ്റ എപ്പോഴും വണ്ടികൾ ഇറക്കുമ്പം ഒരു മീഡിയം റേഞ്ചും ഒരു ലോങ് റേഞ്ചും അങ്ങനെ 2 ബാറ്ററി കൺഫിഗറേഷനിലാണ് ഇറക്കാറുള്ളത്. ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ പവർ സ്പെസിഫിക്കേഷൻ എത്രയാണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് പക്ഷേ ഇനിയിപ്പോൾ ഈ ആഴ്ച വണ്ടി റിവീൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, ഈ വണ്ടി കർവിൻ്റെ മുകളിലായിരിക്കും വരുന്നത്, അതുപോലെ സിയറയുടെ മുകളിലായിരിക്കും വരുന്നത്. ടാറ്റയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് EV എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ അവിന്യ ബ്രാൻഡിൻ്റെ അണ്ടറിലുള്ള വണ്ടികൾ വരുന്നത് വരെ അവർ ഇത് വെക്കാൻ പോകുന്നത്. സിയറ കുറച്ച് സൈസ് വൈസ് ഇതിനേക്കാളൊക്കെ ചെറുതായതുകൊണ്ട് കർവിൻ്റെയും അതുപോലെ ഹാരിയർ EVയുടെ ഇടയിലായിരിക്കും അവർ സിയറ EV പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി അത്ര അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. മിക്കവാറും സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ ബേസ് മോഡലിന് മിനിമം 25 lakhs എങ്കിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിലും കൂടുതൽ പോകാനും ചാൻസ് ഉണ്ട്. ഇനി അവരൊറ്റ ബാറ്ററി ഓപ്ഷൻ വെച്ചൊക്കെയാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 27-28 വരെയൊക്കെ ആയാലും നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതിനുശേഷം ടാറ്റ ഇനി അടുത്തായിട്ട് ഇറക്കാൻ പോകുന്ന ഇലക്ട്രിക് വണ്ടിയാണ് സിയറ. അത് നമുക്കറിയാം. അതിൻ്റെ ഡീസൽ വേർഷനും അതായത് ബേസിക്കലി IC വേർഷനും പിന്നെ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഇതിന് മുന്നേ ടാറ്റ കാണിച്ചിട്ടുള്ളതാണ്. ഈ വണ്ടിയുടെ ലോഞ്ചും ഏകദേശം ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ തന്നെ നടക്കും എന്നാണ് പറയുന്നത്. സോ ടാറ്റയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അത്യാവശ്യം ഇലക്ട്രിക് വാഹനങ്ങളൊരു ഓഫറിങ്സ് ഇനി വരാനുണ്ട്. നിങ്ങളിപ്പം B6ഉം അതുപോലെ XUV9 ഒക്കെ കണ്ട് വാങ്ങണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള വണ്ടികളും വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്രൈസ് പോയിന്റിലായിരിക്കും വരാൻ പോകുന്നത്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ സിയറയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഹാരിയറിൽ എന്തായാലും കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ സെൽഫ് പാർക്കിംഗ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അതൊന്നും അവർ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ ഇതിനൊക്കെ ശേഷം 2026 ടാറ്റയുടെ അവിന്യ ബ്രാൻഡിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ പോകുന്നത്. ഇത് ഫ്ലാഗ്ഷിപ്പ് EV എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള വാഹനങ്ങളായിരിക്കും. ടാറ്റ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ അവിന്യ എന്ന് പറയുന്നത് അവരൊരു ബ്രാൻഡായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അതായത് മഹീന്ദ്രയ്ക്ക് ഇപ്പം BE എന്ന് പറഞ്ഞ അവരൊരു ബ്രാൻഡ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ടാറ്റയുടെ അവിന്യ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ്ങിന് അണ്ടറിൽ വരുന്ന വാഹനങ്ങൾ. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ഹാരിയർ EV പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിലും കൂടെ അറിയിച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.